കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ അങ്ങനെയൊക്കെയായി. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വളരെ കോമൺ ആണ്. ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഞാൻ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഒരു ഹോപ്പില്ല, എനിക്ക് ഡാൻസ് കാണുന്ന ഇഷ്ടമല്ല, ഐ എം എ ഡാൻസർ ബട്ട് ഐ കനോട്ട് ഡാൻസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു മൈ സ്കൂൾ, ഐ ഡോണ്ട് വാണ്ട് ടു സീ മൈ സ്റ്റുഡൻസ്, എനിക്ക് എൻ്റെ ലൈഫ് പോയി തീർന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ഒരാളെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ശരിക്കും ഒരു ഡിപ്രസ് ആയിട്ടുള്ള ആള് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ കരഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. അവർ പുറമേ സന്തോഷത്തോടെയും നോർമലായിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ഡോർ അടച്ച് റൂമിനകത്ത് കയറുന്ന നിമിഷം തൊട്ടാണ് അവർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിട്രയൽ ഈസ് വേഴ്സ് ദാൻ ഡെത്ത് എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെത്തിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഒരാൾ മരിച്ചു പോയി, നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഒരു ബിട്രയൽ പെയിൻ വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കുക, അങ്ങോട്ട് മറക്കുക, ഇതങ്ങോട്ട് ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ചിന്തിച്ച് തന്നെ വേഴ്സ് ആക്കുവാണ്. പോട്ടെ സാരമില്ല, എന്ത് പോട്ടെ സാരമില്ല. ഒരു ഡിപ്രഷനിൽ കൂടെ പോകുന്ന ഒരാളോട് പറയാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട വാക്കുകളാണ്. വളരെ ക്രൂവലാണ്, മനസ്സിലായില്ലേ? ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത് ഇത് എല്ലായിടത്തും നടക്കുന്നയാ, ഇത് വളരെ കോമണാ അല്ലേ? പുരുഷന്മാരാകുമ്പോ അങ്ങനെ ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുവും. എവിടുത്തെ ന്യായമാണ്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ മാമിനോട് ഒന്നും പറഞ്ഞില്ല, ഞാൻ മൂവ് ചെയ്തുള്ളൂ. മാം ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഈ കമ്മിറ്റ്മെന്റ്, ഇന്റഗ്രിറ്റി, ലോയൽറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാലം എങ്ങനെയാണല്ലോ, കാലഘട്ടം ഒത്തിരി മാറിയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ ഈ ട്രോമ അനുഭവിക്കുന്ന മക്കള്, കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലം മക്കൾ അനുഭവിക്കുന്ന ഈ ഹെവി ട്രോമ ഏത് കാലഘട്ടം വരെ അവരുടെ ഉള്ളിൽ നിൽക്കുന്നറിയോ? വേറെ ചില ടീനേജ് കുട്ടികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയമൊക്കെയാണ് തോന്നുന്നത്. കാരണം അവർക്കൊരു ഐഡന്റിറ്റി ഇല്ല. ഐഡന്റിറ്റി ക്രൈസിസ് ഒരു ഭയങ്കര പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിൽ. ഇടയ്ക്ക് എന്നോട് കുട്ടി പറഞ്ഞ കാര്യമാണ്, ലിപ്പ് പ്ലംപ് ചെയ്ത് ഇങ്ങനെ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ സേ ദാറ്റ് യു കാൻ't യു ഗോ ആൻഡ് ഗെറ്റ് എ ലിപ്പ് ഇഞ്ചക്ഷൻ. ഞാൻ ആകെ അന്തം വിട്ടു. ഞാൻ പറഞ്ഞേ, പുരുഷന്മാർ സ്ട്രെസ് അനുഭവിക്കുന്നില്ലേ? അവർക്ക് വേണ്ട ഇമോഷണൽ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലരും പറയാത്തൊരു കാര്യമാണ്. എല്ലാവരും പറയുന്നത് എന്താ, നീ ഒരു ആൺകുട്ടിയല്ലേ, ആൺകുട്ടി ആകുമ്പോൾ എന്താ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, അറിയാൻ പാടില്ല. അയ്യോ, ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടൊരു ടോപ്പിക്കാണ്, സ്ത്രീകളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നത്. ഞാനത് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമല്ല, ഐ ഡോണ്ട് അക്സെപ്റ്റ് ഇറ്റ് അറ്റ് ഓൾ. പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പലരും ഫെമിനിസത്തിനെ ഭയങ്കരമായിട്ടൊക്കെ ഞാൻ അങ്ങനെയാണ്, എനിക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല. ഇന്നത്തെ പെൺകുട്ടികൾക്ക് എല്ലാത്തിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്യുന്നതിൽ എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു ആവശ്യമില്ലാത്ത കാര്യം എന്ന് വിചാരിക്കേണ്ട കാര്യം എന്താണ്?